ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ കഴിഞ്ഞ് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചൈനയാണ്. എന്നാൽ എല്ലാ മേഖലയിലായിക്കോട്ടെ ചൈന ഇന്ത്യയേക്കാൾ വളരെ മുമ്പിലാണ്. അത് സാമ്പത്തിക രംഗത്ത് നോക്കിയാലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നോക്കിയാലും ആർമിയുടെ കാര്യത്തിൽ നോക്കിയാലും അല്ലെങ്കിൽ മറ്റേത് മേഖലയായിക്കോട്ടെ എടുത്തു നോക്കിയാൽ മാനുഫാക്ചറിങ്ങിൻ്റെ മേഖലയായിക്കോട്ടെ ഏത് മേഖലയിലാണെങ്കിലും ചൈന ഇന്ത്യയേക്കാൾ ഏറെ മുമ്പിലാണ്. ചൈനയുടെ നോമിനൽ GDP എന്ന് പറയുന്നത് 18.27 ട്രില്യൺ US$. എന്നാൽ ഇന്ത്യയുടെ നോമിനൽ GDP എന്ന് പറയുന്നത് വെറും 3.89 ട്രില്യൺ US$. എന്തുകൊണ്ട് ചൈന ഇന്ത്യയേക്കാൾ ഏറെ മുമ്പിലാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മാവോ സേതുങ്ങിൻ്റെയൊക്കെ കാലത്ത് വളരെ തീർത്തും ഒരു ദരിദ്ര രാഷ്ട്രമായിരുന്നു ചൈന. എന്നാൽ ചൈന ഇന്ത്യയേക്കാൾ ഏറെ മുമ്പിലായിരിക്കുകയാണ്. എന്തുകൊണ്ട് ചൈന ഇങ്ങനെ മുമ്പിലാണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്ത് നമ്മളെ അടിമകളാക്കി വെച്ച് നമ്മുടെ സ്വത്തുക്കളെല്ലാം കവർന്നു എന്ന് പറയുന്നത് ശരിയാണ്. എന്നാൽ ചൈനയും മറ്റ് രാജ്യങ്ങൾ കോളനി ആക്കിയിരുന്നു. ചൈന ഇന്ത്യയേക്കാൾ മോശപ്പെട്ട ഒരു നിലയിലുമായിരുന്നു. ചൈനയിൽ പട്ടിണി മൂലം ആൾക്കാർ കിടന്നു മരിച്ച സമയം പോലും ഉണ്ടായിരുന്നു. എന്നാൽ ചൈന ഇന്ത്യയേക്കാൾ ഏറെ മുമ്പോട്ട് പോയി. നമുക്ക് പിഴച്ചത് എവിടെയാണ്? എന്തുകൊണ്ട് ചൈന നമ്മളെക്കാൾ മുമ്പിലാണ്? ഇന്നത്തെ ഈ വീഡിയോയിൽ അതിൻ്റെ കാരണങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം സാമ്പത്തിക പരിഷ്കരണങ്ങളാണ്. 1978 ഡെങ് സിയോവോപ്പിങ്ങിൻ്റെ കീഴിൽ ചൈന ആക്രമണാത്മക വിപണിയെ അടിസ്ഥാനമാക്കിയുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അതായത് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ തുടങ്ങിയ എക്കണോമിക് പ്രിൻസിപ്പിൾ ചൈന വളരെ ആദ്യം തന്നെ അവരുടെ എക്കോണമിയിലേക്ക് കൊണ്ടുവന്നു. പ്രൈവറ്റൈസേഷനും അതുപോലെ തന്നെ മൂലധന എക്കോണമിയിൽ നിന്ന് മാറി, അതായത് സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ നിന്ന് മാറി മുതലാളിത്ത എക്കോണമിയിലേക്കാണ് ചൈന മാറിയത്. പലരും തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്ന ഒരു കാര്യമാണ് ഈ സോഷ്യലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ വലിയൊരു നല്ല കാര്യമാണ്. ഇതേ അബദ്ധം നമ്മുടെ രാജ്യത്ത് നെഹ്റു കാണിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇന്നും ചൈനയെ പോലെ വികസിക്കാതെ നിൽക്കുന്നത്. നമ്മളൊരു വികസിത രാജ്യമാകാത്തതിൻ്റെ കാരണം നമ്മുടെ പൂർവികരായ ഭരണാധികാരികൾ നടത്തിയിട്ടുള്ള സോഷ്യലിസ്റ്റ് അനുകൂല നിലപാടാണ്. അവിടെ ഒരിക്കലും മികച്ച കമ്പനികൾക്കോ അല്ല കഴിവുള്ളവർക്കോ അവസരങ്ങൾ കിട്ടില്ല. രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടില്ല. എല്ലാവരും രാജ്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സിസ്റ്റം ഒരിക്കലും നല്ലതല്ല. അതുകൊണ്ട് തന്നെയാണ് ചൈന ഇന്ത്യയേക്കാൾ വളരെ മുമ്പിലോട്ട് പോയത്. ചൈന ഇന്ത്യ ഈ പറയുന്ന എക്കണോമിക് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഇവ നടത്തുന്നത് 1990-91 കാലഘട്ടത്തിലാണ്. അതായത് PV നരസിംഹറാവു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത്. എന്നാൽ ചൈന ഈ കാര്യങ്ങൾ 1978 നടപ്പാക്കി. അതായത് നമ്മളെക്കാൾ 12-13 കൊല്ലം മുമ്പ് തന്നെ ചൈന ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി. അതുകൊണ്ട് അവർ അത്രയും അഡ്വാൻസ്ഡ് ആയി പോയി എന്നാണ് പറയാനുള്ള ഒന്നാമത്തെ കാരണം. അടുത്ത അടിസ്ഥാന സൗകര്യ നിക്ഷേപമാണ്. റോഡുകൾ, റെയിൽവേ, തുറമുഖങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ ചൈന തുടർച്ചയായി വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇത് വ്യാവസായിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനം മന്ദഗതിയിലുള്ളതും ഏകോപനം കുറഞ്ഞതുമാണ്. അതായത് ചൈന വളരെയധികം റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ സംവിധാനങ്ങൾ, ചൈനയുടെയൊക്കെ റെയിൽവേ തികച്ചും ദുർബലമായിരുന്നു. എന്നാൽ ചൈനയിലെ ഭരണാധികാരികൾ ജപ്പാനിൽ പോവുകയും അവിടുത്തെ ടെക്നോളജി കാണുകയും അങ്ങനത്തെ റെയിൽവേ സ്റ്റേഷനും സിസ്റ്റങ്ങളുമെല്ലാം ചൈനയിലോട്ട് കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വളരെ സ്ലോയിലാണ് നടന്നത്. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വളരെ വേഗത്തിൽ നടത്തിയെന്നാണ് ചൈന ഇന്ത്യയേക്കാൾ മുന്നേറാനുള്ള അടുത്ത കാരണം. അടുത്ത ഉയർന്ന സമ്പാദ്യവും നിക്ഷേപ നിരക്കുമാണ്. ചൈനയിൽ ഉയർന്ന സേവിങ്സ് നിരക്ക് വലിയ തോതിലുള്ള മൂലധന നിക്ഷേപങ്ങളിലേക്ക് ഫണ്ടുകൾ എത്തിക്കാൻ അനുവദിച്ചു. ചൈനയിൽ വലിയ തോതിൽ മറ്റ് രാജ്യങ്ങളിലെ കമ്പനികൾക്ക് നിക്ഷേപത്തിനുള്ള അവസരം നൽകി. എന്നാൽ ഇന്ത്യ ഇതൊക്കെ ചെയ്തു എന്ന് ഞാൻ പറയും, പക്ഷേങ്കിൽ അത് ചെയ്ത സമയം താമസിച്ചു പോയി. ചൈന വളരെ ആദ്യം തന്നെ മറ്റ് രാജ്യങ്ങളിലെ പ്രശസ്തരായ കമ്പനികൾക്ക് ചൈനയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ വരുന്ന കമ്പനികൾക്ക് അവസരം കൊടുത്തു. അങ്ങനെ അവസരം കൊടുത്തുകൊണ്ട് അവരുടെ രാജ്യത്ത് നിക്ഷേപം ഉണ്ടായി. എന്നാൽ ഇന്ത്യയിലാകട്ടെ നിക്ഷേപങ്ങൾ നടന്നില്ല. അപ്പം ഉയർന്ന തരത്തിലുള്ള നിക്ഷേപ നിരക്കാണ് ചൈന ഇന്ത്യയേക്കാൾ മുമ്പോട്ട് പോകാനുള്ള കാരണം. അടുത്ത ലേബർ മാർക്കറ്റ് ഫ്ലെക്സിബിലിറ്റിയാണ്. ചൈനയുടെ തൊഴിൽ പരിഷ്കാരങ്ങൾ വ്യാവസായിക വികസനം സുഗമമാക്കി. തൊഴിലാളികളെ ജോലിയെടുപ്പിക്കാനും പിരിച്ചുവിടാനും ബിസിനസ്സുകൾക്ക് എളുപ്പമായി. അതായത് ഒരു ലേബേഴ്സിന് അനുകൂലമായിരുന്ന വ്യവസ്ഥയായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. എന്നാൽ ചൈനയാകട്ടെ അവിടുത്തെ മുതലാളികൾക്ക് അനുകൂലമാകുന്ന ഒരു വ്യവസ്ഥ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ചൈനയിലെ ആളുകൾക്ക് വളരെ എളുപ്പം ലേബേഴ്സിനെ കിട്ടുന്ന കാര്യം അനായാസം സാധിക്കുകയുണ്ടായി. എന്നാൽ ഇന്ത്യയിലാകട്ടെ വളരെയധികം സമയമെടുത്തുകൊണ്ടാണ് ലേബേഴ്സിനെ കിട്ടിയിരുന്നത്. ലേബേഴ്സിനെ ആവശ്യത്തിന് കിട്ടാത്തത് ഇന്ത്യയിലെ വികസനം വളരെ മന്ദഗതിയിലാക്കുകയും ചെയ്തു.
അടുത്തത് ആഗോള വ്യാപാരവും വിദേശങ്ങളുടെ നേരിട്ടുള്ള നിക്ഷേപവുമാണ്. ചൈന അന്താരാഷ്ട്ര വ്യാപാരത്തെയും FDIയെയും ശക്തമായി സ്വീകരിച്ചു. ഒരു പ്രധാന കയറ്റുമതിക്കാരനായി മാറുകയും ആഗോള മൂലധനത്തെ ആകർഷിക്കുകയും ചെയ്തു. ആഗോള വിപണികളുടെ ഇന്ത്യയിലെ ഇടപെടലുകൾ വളരെ കുറവാണ്. അതായത് മറ്റ് രാജ്യങ്ങളിലെ കമ്പനികളെ ചൈന വളരെയധികം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ചൈനയുടേതാക്കി മാറ്റി. അങ്ങനെ ചൈന അവരുടേതായ രാജ്യത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തി. എന്നാൽ ഇന്ത്യ ഈ മേഖലയിൽ പരാജയപ്പെട്ടു പോയി. അടുത്ത നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് ചൈനയിലെ സ്വേച്ഛാധിപത്യ ഭരണവും ഇന്ത്യയിലെ ജനാധിപത്യ ഭരണവുമാണ്. ഒരു ജനാധിപത്യ ഭരണമാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം അവിടെ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. എന്നാൽ വ്യാവസായിക വിപ്ലവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്കാണെങ്കിലും ഈ ജനാധിപത്യം തന്നെ നമുക്ക് തിരിച്ചടിയായി വരികയാണ്. അതായത് ചൈനയിലെ ഒരു കാര്യത്തിന് ഒരു കമ്പനിക്ക് ഇപ്പം ഒരു സ്ഥലം ഏറ്റെടുക്കണമെങ്കിലോ എന്തിനാണെങ്കിലും അതൊരു ഗവൺമെൻറ് വിചാരിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ ആ കാര്യം തീരുമാനമാക്കാൻ കഴിയും. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാം. ഓരോ വ്യാവസായികങ്ങൾക്കെതിരെ ഇവിടുത്തെ സമരങ്ങൾ ശക്തിപ്പെട്ടു വരാം. അത് മാത്രവുമല്ല, വ്യാവസായികവൽക്കരണത്തെ അനുകൂലിക്കാൻ ചൈനയ്ക്ക് വളരെ എളുപ്പമാണ്. എന്നാൽ ഇന്ത്യയിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നോക്കണം, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം തന്നെ നമുക്ക് ഒരു വലിയ വിനയായി തീരുകയാണ്. അതാണ് ചൈന നമ്മളെക്കാൾ മുമ്പേറാനുള്ള അടുത്ത കാരണം. അടുത്തത് പോപ്പുലേഷൻ മാനേജ്മെൻറ്റാണ്. ചൈനയിൽ ഒറ്റക്കുട്ടി നയം സ്വീകരിച്ചു. ഒറ്റക്കുട്ടി നയം സ്വീകരിച്ചതിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആൾക്കാരുടെ പെർ ക്യാപിറ്റൽ ഇൻകം ഇൻക്രീസ് ചെയ്തു. അവിടെയുള്ളവർക്ക് ജനസംഖ്യ കുറവായതുകൊണ്ട് തന്നെ ഒരു മക്കളെയൊക്കെ പഠിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ ആൾക്കാരുടെ ജീവിത നിലവാരം ജനസംഖ്യ കുറച്ചുകൊണ്ട് മെച്ചപ്പെട്ടു. എന്നാൽ ഇന്ത്യയിൽ കേരളം പോലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലൊക്കെ കുറച്ചുകൂടി ഭേദമാണ്. ഇവിടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ആകട്ടെ പോപ്പുലേഷൻ ഒട്ടും കൺട്രോൾ ചെയ്യുന്നില്ല. അപ്പോൾ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാത്തപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ ജീവിത നിലവാരത്തെ അത് കാര്യമായി ബാധിക്കും. കാരണം ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കാനാണെങ്കിൽ പേരൻസിൻ്റെ പൈസ ഉണ്ടാകും. എന്നാൽ ഒരു 10 മക്കളുണ്ടെങ്കിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ഒന്നും കൊടുക്കാൻ പറ്റണമെന്നില്ല. അതായത് പോപ്പുലേഷൻ മാനേജ് ചെയ്തില്ല എന്നതാണ് ഇന്ത്യ ചൈനയേക്കാൾ പുറകിലായി പോകാനുള്ള കാരണമെന്നാണ് പറയുന്നത്. അടുത്തത് നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ചൈന ലോകത്തിലെ മാനുഫാക്ചറിങ് ഹബ്ബ് എന്നാണ് അറിയപ്പെടുന്നത്. ലോക എക്കോണമിയുടെ ഫാക്ടറിയാണ് ചൈന. ലോകത്ത് വേണ്ട എല്ലാ സാധനങ്ങളും ചൈനീസ് മോഡലാണ്. ചൈന വളരെയധികം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യ ആകട്ടെ ഉൽപ്പാദന രംഗത്ത് തീർത്തും പുറകിലായിപ്പോയി. അത് ഇന്ത്യ ചൈനയേക്കാൾ പിന്നിലാക്കി. അടുത്തൊരു കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തെ മതങ്ങളാണ്. ചൈനയിൽ ഈശ്വരവിശ്വാസം എന്ന് പറയുന്നത് പെട്ടെന്ന് നശിച്ചു പോയി. അതായത് അവിടുത്തെ ഭരണകൂടം അതിനെതിരെ നിലപാടെടുത്തു. എന്നാൽ നമ്മുടെ രാജ്യത്തെ ആൾക്കാർക്കാണെങ്കിൽ എന്തിലും മതം കണ്ടുപിടിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇവിടുത്തെ രാഷ്ട്രീയത്തെ പോലും സ്വാധീനിക്കുന്ന മതമാണ്. അതും നമ്മുടെ രാജ്യത്തെ ചൈനയേക്കാൾ ഏറെ പിന്നോട്ടടിച്ചു. ഇതൊക്കെയാണ് ചൈനയേക്കാൾ ഇന്ത്യ പിന്നിലായി പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ.